അപ്പൊ ഇന്നൊരു വെറൈറ്റിക്ക് ഒരു സൂപ്പർ ചിക്കൻ കറി റെസിപ്പി ആയാലോ എന്നാ നമുക്ക് ഓണാക്കിക്കളെ. അപ്പൊ ഇതാണ് സ്റ്റാർ ഓഫ് ദ ഷോ, ബോധിനിയുടെ ചിക്കൻ മസാല. പിന്നെ വെളിച്ചെണ്ണ, ഇഞ്ചി, തക്കാളി, സവാള, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഉപ്പും. അപ്പൊ നല്ലോണം തിളച്ചിരിക്കുന്ന ഉരുളിയിലോട്ട് 200 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ കടുക് പൊട്ടിക്കാതെ പെരിഞ്ചീരകമാണ് പൊട്ടിക്കുന്നത്. അത് മൂത്ത് വരുമ്പോൾ നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുത്തു മാറുന്ന വരെ ഒന്ന് മൂപ്പിക്കുക. എന്നിട്ട് കനം കുറച്ചരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കുക. അതിലോട്ട് 2 തണ്ട് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് സവാളയൊക്കെ ഒന്ന് ട്രാൻസ്ലൂസന്റ് ആകുന്നിടം വരെ അങ്ങോട്ട് കടുവടാന്ന് വെക്കുക. ഇച്ചിരി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും. എന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റം ബോധിനിയുടെ ചിക്കൻ മസാല അങ്ങോട്ട് പൊട്ടിക്കുക, അങ്ങോട്ട് വാരി അങ്ങോട്ട് അങ്ങ് വിതറുക. നമ്മൾ ഈ കറിക്ക് വേണ്ടി ഒരു 1/2 പാക്കറ്റ് മസാല ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ബോധിനിയുടെ കറി പൗഡർ തിരഞ്ഞെടുക്കാൻ കാരണം ഇത് മാർക്കറ്റിൽ ഇപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും പിന്നെ മായൊന്നും കലരാത്ത ആയതുകൊണ്ട് തന്നെയാണ്. അപ്പൊ മസാലകൾ ചേർത്തതിന് ശേഷം അതിലോട്ട് തക്കാളി ഉപ്പൂടെ ചേർക്കുക. ഉപ്പ് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് എല്ലാത്തിനും കൂടെ അങ്ങോട്ട് ഇളക്കി ഒന്ന് എടുത്തിട്ട് അതിലോട്ട് നല്ല ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീയെ അങ്ങോട്ട് ഇച്ചിരി ഹൈ ഹീറ്റിലോട്ട് ആക്കിയിട്ട് എല്ലാത്തിനും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. നമ്മൾ അങ്ങോട്ട് അടുക്കി പിടിക്കുന്ന ഭാഗമാകുമ്പോൾ ഒരു 10 മിനിറ്റിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് തുറക്കുമ്പോൾ ചിക്കൻ അതിന്റെ വെള്ളം വിട്ട് വന്ന് കാണും. അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള അളവിൽ തിളപ്പിച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മീഡിയം ഹീറ്റിൽ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് വേവിക്കുക. എന്നിട്ട് അതിലോട്ട് ഫ്രഷ് ആയിട്ട് പൊടിച്ച ഗരം മസാല ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡി. ഈ കറി നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിച്ചാണ്ടല്ലോ സ്വർഗ്ഗമാണ് മച്ചന്മാര്.